ലിക്വിഡ് ബ്ലൂ. ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് ബ്ലൂ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് അതെങ്ങനെയെന്ന് മനസ്സിലാക്കാൻ താൽപ്പര്യമുണ്ടെന്ന് കരുതുന്നു. ഈ പാഠാവസാനം നിങ്ങൾ താഴെ പറയുന്നവ പഠിച്ചിരിക്കും. 1. എന്താണ് ലിക്വിഡ് ബ്ലൂ? 2. ലിക്വിഡ് ബ്ലൂ നിർമ്മിക്കാൻ ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? 3. ലിക്വിഡ് ബ്ലൂ നിർമ്മിക്കാൻ ആവശ്യമുള്ള പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? 4. ലിക്വിഡ് ബ്ലൂ നിർമ്മിക്കാൻ ആവശ്യമുള്ള നടപടികൾ ഏതൊക്കെയാണ്? വെള്ളത്തുണികളുടെ വെണ്മ കൂട്ടാനും അവയുടെ ശരിയായ തിളക്കം നിലനിർത്താനും ഉപയോഗിക്കുന്ന വസ്തുവാണ് ലിക്വിഡ് ബ്ലൂ. ലിക്വിഡ് ബ്ലൂ നിർമ്മിക്കാൻ ആവശ്യമുള്ള വസ്തുക്കൾ, പദാർത്ഥങ്ങൾ എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. നടപടി 1. ലിക്വിഡ് ബ്ലൂ നിർമ്മിക്കാൻ ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും എടുത്തുവയ്ക്കുക. 5 ലിറ്റർ കൊള്ളുന്ന അലൂമിനിയം പാത്രം, സ്റ്റീൽ പാത്രം, ഒരു നീളമുള്ള തവി, ഫണൽ, അടപ്പ്, ഒഴിഞ്ഞ കുപ്പികൾ, ഗ്യാസ് സ്റ്റൗ, 1 ലിറ്റർ മെഷറിംഗ് ജാർ, വെള്ള കോട്ടൺ തുണി, വലിയ തുണി, ചെറിയ സ്പൂണുകൾ, തീപ്പെട്ടി, കത്രിക, ട്രേകൾ എന്നീ വസ്തുക്കൾ നമുക്ക് ആവശ്യമുണ്ട്. തൊലിക്ക് അപകടം വരുത്തുന്ന വസ്തുവാണ് അസറ്റിക് ആസിഡ്. അതിനാൽ സൂക്ഷിച്ചുപയോഗിക്കണം. ഇതുമൂലം പൊള്ളൽ, കണ്ണിന് പരിക്ക്, ചൊറിച്ചിൽ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെറും കൈകൊണ്ട് തൊട്ടാൽ ചൊറിച്ചിൽ ഉണ്ടാകും. അതിനാൽ കയ്യുറ ധരിച്ച് മാത്രമേ അതിൽ തൊടാൻ പാടുള്ളൂ. അസറ്റിക് ആസിഡ് ശ്വസിക്കരുത്. ശ്വസിച്ചാൽ മൂക്കിലും തൊണ്ടയിലും ശ്വാസകോശത്തിലും ചൊറിച്ചിൽ ഉണ്ടാകാം. അതിനാൽ സംരക്ഷണത്തിന് മുഖംമൂടി ധരിക്കണം. ഇപ്പോൾ രാസങ്ങളെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. നിർദ്ദേശങ്ങൾ എല്ലാം നിങ്ങൾ പാലിക്കുമെന്ന് കരുതുന്നു. ലിക്വിഡ് ബ്ലൂ നിർമ്മിക്കാൻ ആവശ്യമുള്ള എല്ലാ പദാർത്ഥങ്ങളും എടുത്തുവെക്കുക. 25 ഗ്രാം ആസിഡ് വയലറ്റ്, 10 ഗ്രാം ആസിഡ് ബ്ലൂ, 5 ഗ്രാം HI റോസ്, 5 ഗ്രാം ടിനോപാൽ, 10 മില്ലിലിറ്റർ അസിറ്റിക് ആസിഡ്, 10 മില്ലിലിറ്റർ ഗ്ലിസറിൻ, 2.5 ലിറ്റർ ശുദ്ധജലം എന്നീ പദാർത്ഥങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഘട്ടം ഘട്ടമായി ലിക്വിഡ് ബ്ലൂ അഥവാ നീലം ഉണ്ടാക്കുന്ന വിധം നമുക്കിനി നോക്കാം. മെഷറിംഗ് ജാർ ഉപയോഗിച്ച് 2.5 ലിറ്റർ വെള്ളം അളന്നെടുത്ത് 5 ലിറ്റർ കൊള്ളുന്ന സ്റ്റീൽ പാത്രത്തിൽ ഒഴിക്കുക. സ്റ്റൗ കത്തിച്ച് സ്റ്റീൽ പാത്രം അടുപ്പിൽ വെച്ച ശേഷം വെള്ളം തിളപ്പിക്കുക. ലിക്വിഡ് ബ്ലൂ ഉണ്ടാക്കാൻ ഉപ്പുവെള്ളം നല്ലതല്ലാത്തതുകൊണ്ട് ശുദ്ധജലം തന്നെ ഉപയോഗിക്കണം. ചില അവസരങ്ങളിൽ ആസിഡ് വയലറ്റ്, ആസിഡ് ബ്ലൂ, HI റോസ്, ടിനോപാൽ എന്നിവ ഒന്നിച്ചൊരു പാക്കറ്റിൽ കൂട്ടിക്കലർത്തി വരും. ആ അവസരത്തിൽ ഈ പൗഡർ പാത്രത്തിലിട്ട് നന്നായി കൂട്ടിക്കലർത്തിയാൽ മാത്രം മതി. ഇവിടെ ആസിഡ് വയലറ്റ്, ആസിഡ് ബ്ലൂ, HI റോസ്, ടിനോപാൽ എന്നിവ ഒന്നിച്ചുള്ളതുകൊണ്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അവ വെള്ളത്തിൽ ചേർക്കുക. അവ വെള്ളത്തിലിടുമ്പോൾ ഒരു വശത്തേക്ക് മാത്രം ഇളക്കി നന്നായി കൂട്ടിക്കലർത്തുക. നന്നായി കൂട്ടിക്കലർത്തിയില്ലെങ്കിൽ വസ്ത്രങ്ങളിൽ അവിടെ ഇവിടെയായി പറ്റിപ്പിടിച്ച് പാടുകൾ ഉണ്ടാകും. സ്റ്റൗ കെടുത്തി പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുക.
5 മിനിറ്റ് കഴിഞ്ഞാൽ 10 മില്ലി അസിറ്റിക് ആസിഡ് ചേർക്കുക. പിന്നീട് 10 മില്ലി ഗ്ലിസറിൻ അതിൽ ചേർക്കുക. രണ്ടു വശത്തേക്കും നന്നായി ഇളക്കണം. ഘടികാരദിശയിലും പിന്നീട് വിപരീത ഘടികാരദിശയിലും ഇളക്കിയാൽ നല്ല രീതിയിൽ മിശ്രിതമാകാൻ സഹായകരമാകും. അസിറ്റിക് ആസിഡും ഗ്ലിസറിനും ചേർക്കുന്നതുകൊണ്ട് ആസിഡ് വയലറ്റ്, ആസിഡ് ബ്ലൂ, HI റോസ്, ടിനോപാൽ എന്നിവയുടെ മിശ്രിതം നന്നായി വെള്ളത്തിൽ ചേരും. അസിറ്റിക് ആസിഡും ഗ്ലിസറിനും ചേർത്തില്ലെങ്കിൽ 2 ദിവസത്തിന് ശേഷം ഇവ പിരിഞ്ഞിരിക്കും. ഒരു അടപ്പെടുത്ത് പാത്രം മൂടി 24 മണിക്കൂർ അനക്കാതെ വയ്ക്കുക. മണിക്കൂറിന് ശേഷം ഒരു വെള്ളത്തുണി ഉപയോഗിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. ചെറിയ തരികൾ പോലും നീക്കം ചെയ്യാനാണ് അരിച്ചെടുക്കുന്നത്. ഒരു ഫണൽ ഉപയോഗിച്ച് ചെറിയ ബോട്ടിലുകളിലാക്കി പാക്ക് ചെയ്യുക. കണ്ട കാര്യങ്ങൾ നമുക്ക് 9 നടപടികളായി ഓർത്തു നോക്കാം. 1. മെഷറിംഗ് ജാർ ഉപയോഗിച്ച് 2.5 ലിറ്റർ വെള്ളം അളന്നെടുത്ത് 5 ലിറ്റർ കൊള്ളുന്ന സ്റ്റീൽ പാത്രത്തിൽ ഒഴിക്കുക. 2. സ്റ്റൗ കത്തിച്ച് വെള്ളം ഉള്ള പാത്രം അടുപ്പിൽ വയ്ക്കുക. 3. വെള്ളം തിളയ്ക്കുമ്പോൾ ആസിഡ് വയലറ്റ്, ആസിഡ് ബ്ലൂ, HI റോസ്, ടിനോപാൽ എന്നിവ വെള്ളത്തിൽ ചേർക്കുക. 4. സ്റ്റൗ കെടുത്തി പാത്രം അടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ 10 മില്ലി അസിറ്റിക് ആസിഡ് ചേർക്കുക. 6. പിന്നീട് 10 മില്ലി ഗ്ലിസറിൻ അതിൽ ചേർത്ത് നന്നായി ഇളക്കുക. 7. അതിനുശേഷം ഒരു അടപ്പ് എടുത്ത് പാത്രം മൂടി 24 മണിക്കൂർ അനക്കാതെ വയ്ക്കുക. 8. 24 മണിക്കൂറിന് ശേഷം ഒരു വെള്ള തുണി ഉപയോഗിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. ചെറിയ തരികൾ പോലും നീക്കം ചെയ്യാനാണിത്. 9. ഒരു ഫണൽ ഉപയോഗിച്ച് ചെറിയ ബോട്ടിലുകളിലാക്കി പാക്ക് ചെയ്യുക. ബക്കറ്റിൽ 1-2 തുള്ളി ലിക്വിഡ് ബ്ലൂ ഒഴിച്ച ശേഷം അതിൽ വെള്ളം ചേർത്തായിരിക്കണം ലിക്വിഡ് ബ്ലൂ ഉപയോഗിക്കേണ്ടത്. വെള്ളത്തുണികളുടെ വെണ്മയും തിളക്കവും വർദ്ധിപ്പിക്കുന്നതിന് അതിനുശേഷം ലിക്വിഡ് ബ്ലൂ ലായനിയിൽ തുണികൾ മുക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ലിക്വിഡ് ബ്ലൂ എന്താണെന്നും ലിക്വിഡ് ബ്ലൂ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കളും പദാർത്ഥങ്ങളും എന്തൊക്കെയാണെന്നും ലിക്വിഡ് ബ്ലൂ നിർമ്മിക്കുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയെന്നും ഘട്ടം ഘട്ടമായി ലിക്വിഡ് ബ്ലൂ നിർമ്മിക്കുന്നത് എങ്ങനെയെന്നും പഠിച്ചിരിക്കുന്നു. നമ്മൾ 2.5 ലിറ്റർ ലിക്വിഡ് ബ്ലൂ വിജയകരമായി നിർമ്മിച്ചിരിക്കുന്നു. ഇതോടെ പാഠം അവസാനിച്ചിരിക്കുന്നു. പഠനം ആസ്വദിച്ചെന്ന് കരുതുന്നു. നന്ദി.